ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് ജയ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനീയം, അതായത് ഒരു ഡ്രിങ്ക്. അതായത് നമുക്കൊക്കെ എപ്പോഴും ഇങ്ങനെ തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നല്ല റിഫ്രഷിംഗ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ, കുടിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല, എന്താ പറയാ, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കാറുള്ള, എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ള മോര് കൊണ്ടുള്ള ഒരു ഡ്രിങ്ക്. ഇത് ആരോഗ്യപരമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ്. ഒരു സംഭാരം എന്നൊക്കെ നമ്മൾ സാധാരണ സംഭാരം ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഇതൊരു പുതിയൊരു ഫ്ലേവർ, അതായത് പുതിയൊരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ സംഭാരം. അപ്പോൾ ആ സംഭാരത്തിന് ഞാൻ വെച്ചിരിക്കുന്ന പേര് നെല്ലിക്ക മോര് എന്നാണ്. അതായത് നെല്ലിക്ക ചേർത്തിട്ടുള്ള ഒരു മോരാണ്, ഒരു ഡ്രിങ്ക് ആണ് ഇത്. നമുക്കപ്പോൾ കാണാം നെല്ലിക്ക മോരിന് എന്തൊക്കെ ചേർത്താണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ നമുക്ക് ഈ നെല്ലിക്ക മോരിന് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഗ്ലാസ് മോരെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയാ, അധികം പുളിയില്ലാത്തത്, എന്നാൽ പുളിപ്പ് വേണമെങ്കിൽ പുളിച്ച മോരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കും. അങ്ങനെ ഒരു ഗ്ലാസ് മോരെടുക്കണം. പിന്നെ ഒരു 2 പച്ചമുളക്, നല്ല കാന്താരി മുളക് 2 ഇവിടെ കൂടുതൽ എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2 കൂടെ ചേർക്കാം. പിന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 നെല്ലിക്ക നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ നെല്ലിക്ക ഫ്രഷ് നെല്ലിക്ക ആണെങ്കിലും ഉപയോഗിക്കാം, അതല്ല കുറച്ച് ഉപ്പിലിട്ട് വെച്ചതാണെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇതിപ്പോ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പിലിട്ട് നെല്ലിക്കയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നെല്ലിക്ക മോരിന് വേണ്ട സാധനങ്ങൾ. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഇനി നമ്മൾ എന്താ ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, ഈ നെല്ലിക്ക മോരുണ്ടാക്കാനായിട്ട് ആദ്യം ഈ നെല്ലിക്കയും അതേപോലെ ഈ കാന്താരി മുളകും, പിന്നെന്താ, ഇതിപ്പോ കാന്താരി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പച്ചമുളകും അതേപോലെ ഈ ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ച് മോരിൽ നമുക്ക് മിക്സ് ചെയ്യണം, അതിന്റെ ജ്യൂസ് എടുത്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഞാൻ അരച്ചിട്ട് വരാം. അപ്പൊ ഞാന് നെല്ലിക്ക മോരിന് വേണ്ടി ആ നെല്ലിക്കയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. നല്ല എരിവുണ്ട് കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് തന്നെ ആ മുളകിന്റെ കാരം മൂക്കിലേക്കും തൊണ്ടയിലേക്കൊക്കെ ഇങ്ങനെ കയറുക എനിക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് അരച്ച സാധനം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് ജ്യൂസ് എടുക്കണതെന്ന്. നല്ല പോലെ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് മുഴുവൻ എടുക്കാം. നല്ലപോലെ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഇനി ഈ ചണ്ടി നമുക്ക് മാറ്റിയേക്ക്, ഈ ചണ്ടി വേണ്ട. ഇനി നമുക്ക് ഈ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്ത മോരാണ്. വെള്ളം ഒഴിച്ചൊന്ന് സംഭാരാക്കാം. അതുപോലെ ഇങ്ങനെ സംഭാരം നല്ല ലൂസായിട്ടുള്ള മോരായി കഴിഞ്ഞു. ഇനിയും പുളിപ്പും ഉപ്പൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല ഈ ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനെ ഒരു പരുവത്തിൽ കുടിക്കാനാണെങ്കിൽ അങ്ങനെയും കുടിക്കാം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണോ നോക്കിയിട്ട് കുറച്ച് ചേർക്കാം. അപ്പൊ നമ്മുടെ സംഭാരം നല്ലപോലെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളമാക്കാം. അപ്പൊ ഞാനിത് ഇവിടെ ഇത്രയും വെള്ളമാക്കിയിട്ടുണ്ട്. നല്ല ഉപ്പും നല്ല പുളിപ്പും നെല്ലിക്കയുടെ നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ചൊടിയോടെ നല്ല അടിപൊളി സംഭാരാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങനെ മുറിച്ച് വെച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സംഭാരം റെഡി, അതായത് നെല്ലിക്ക മോര് റെഡി. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. വെറുതെ കുടിക്കാനും ഇടയ്ക്കൊക്കെ ഇടയിലൊന്ന് റിഫ്രഷ് ആവാനൊക്കെ കുടിക്കാം. നല്ലൊരു ഡ്രിങ്കാണ്, നല്ലൊരു പാനീയം. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറയാം ചെയ്ത് നോക്കിയിട്ട്. സൂപ്പർ, വളരെ നന്നായിട്ടുണ്ട്. നല്ല റിഫ്രഷ് ആണ്. അതേപോലെ അത് കുടിച്ച ഉടനെ നമുക്ക് അങ്ങനെ നമ്മുടെ കണ്ണൊക്കെ അങ്ങനെ തുറന്ന് ബ്രൈറ്റ് ആവും നമ്മൾ അങ്ങനെ. അതായത് ഇത് എല്ലാവർക്കും കുടിക്കാട്ടോ. ഇത് വളരെ ഈ കൊളസ്ട്രോൾ അതുപോലെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ഡ്രിങ്ക്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നെല്ലിക്ക മോര് വളരെ നല്ല സാധനമാണ്, ഹെൽത്തി ആണ്.
അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം, ഡെയിലി ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.